വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്കൂൾ തുറക്കാൻ പോവല്ലേ, അപ്പോൾ ചെറിയൊരു പർച്ചേസിങ്ങിന് പോകാമെന്ന് വെച്ചു. ഇതൊക്കെ പർച്ചേസിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാനൊക്കെ ഫോട്ടോ വീഡിയോ എടുക്കുന്നത്. വേറൊന്നുമില്ല, അപ്പോൾ അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുത്തില്ല. വേറൊന്നുമില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സ്കൂൾ യൂണിഫോം എടുക്കാനാണെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ച് ഫോൺ എടുക്കാനോ ക്യാമറ ഓണാക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. കാരണം ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് സത്യത്തിൽ പറ്റിയില്ല. പക്ഷെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങളുടെ ഹോട്ടലിൽ പോയി. ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ചു. അവർ ബിരിയാണി കഴിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയും ബീഫും. പക്ഷേ അവർക്ക് അച്ഛന് വേണ്ട, അച്ഛൻ ബീഫ് കഴിക്കത്തില്ല. അപ്പോൾ അച്ഛൻ പൊറോട്ടയും ബീഫും പറയാത്തതുകൊണ്ട് അച്ഛന് ബിരിയാണി ഉണ്ട്. അച്ഛനൊരു കമ്പനിക്ക് ഇളയവൾ ബിരിയാണി വേണം. അപ്പം ഞാൻ ബിരിയാണിയുടെ കൂട്ടത്തിൽ ബീഫ് കഴിച്ചാൽ എന്നുണ്ടെന്ന് പറയാം, ടെസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല, കൊള്ളാം. എനിക്കാണെങ്കിൽ ചൂട് പൊറോട്ടയും ചൂട് ബീഫ് റോസ്റ്റുമാണ്. അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാവേലിക്കര മനോജ് ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫ് റോസ്റ്റും സൂപ്പറാണ്. അതിന് നോ കോംപ്രമൈസ്. അത് ഇതിൽ ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കും. നല്ല ടേസ്റ്റാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്നമായ സത്യം, തുണി കൊടുക്കാത്ത സത്യമാണ്. അങ്ങനെ പൊറോട്ടയും കഴിച്ചു. അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ അടിപൊളി പൊറോട്ടയും ബീഫ് റോസ്റ്റും ആയിരുന്നു. അത് വടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അത്രമേലാണ് വടിച്ച് കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ വെറുതെ പോകുന്നെങ്ങനെ, സാധാരണ ലൈം ജ്യൂസാണ് കഴിക്കാറ്. പക്ഷെ അവിടെ അതില്ലായിരുന്നു. ഫുൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. അവർക്കൊക്കെ ഇലയൊക്കെ ചോക്ലേറ്റ്, എനിക്ക് പൈനാപ്പിള്, മൂത്തമ്മൊക്കെ ബ്ലൂബെറി. പിന്നെ അവിടെയുള്ള ഒരെണ്ണം വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇത് ഹസ്ബൻഡ്. അങ്ങനെ ബീഫും പൊറോട്ടയും നല്ലപോലെ വടിച്ച് ക്ലീനാക്കി സൂപ്പറാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് പിന്നീട് കാണാം.